നിർമ്മിത ബുദ്ധിക്കെതിരെ വലിയ സമരം ഭാവിയിൽ ശക്തിപ്പെടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. തൃശൂർ കോർപ്പറേഷൻ മേയർ ധാരണ ലംഘിച്ചുവെന്ന് CPM സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശം. ED രാഷ്ട്രീയ ചട്ടുകമായി മാറിയെന്ന് AC മൊയ്തീൻ MLA. ജില്ലയിൽ കോൺഗ്രസിനെ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നിയുക്ത DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിൽ കോൺഗ്രസ് ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുമെന്നും ജോസഫ് ടാജറ്റ്. സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയെ തളർത്താനോ തകർക്കുവാനോ ഉള്ള സമീപനമല്ല സംസ്ഥാന സർക്കാരിന്റേതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. EBA ബിൽ നടപ്പിലാക്കുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും മന്ത്രി. എടത്തിരുത്തി പോത്താനി ശിവക്ഷേത്രത്തിൽ ആനയടഞ്ഞു. മരൂട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. മസ്തകത്തിൽ പരിക്കേറ്റ് ചികിത്സ നൽകി വിട്ടയച്ച ആന വീണ്ടും അതിരപ്പള്ളിയിലെത്തി. 13 ഗ്രാം MDMA-യുമായി 2 പേർ കയ്പമംഗലം പോലീസിന്റെ പിടിയിൽ. ചെളിങ്ങാട് സ്വദേശി ഫരീദ്, ചന്ദ്രാപിനി സ്വദേശി സാബിത്ത് എന്നിവരാണ് പിടിയിലായത്. കൊടുങ്ങല്ലൂർ എടവലങ്ങിൽ 1/2 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. AI-ക്കെതിരെ വലിയ സമരം ഭാവിയിൽ ശക്തിപ്പെടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞു. കുന്നംകുളത്ത് നടക്കുന്ന CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. AI ഉപയോഗത്തോടെ കുത്തക മുതലാളിത്തത്തിന്റെ ലാഭം കൂടുകയും പ്രതിസന്ധി വർദ്ധിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തുക എന്നതാണ് നവകേരള സൃഷ്ടി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പാർട്ടി സമ്മേളനം പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുക മാത്രമല്ല, ജനകീയ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രക്രിയ കൂടിയാണ് നടക്കുന്നതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഇന്നത്തെ ലോക പശ്ചാത്തലത്തിൽ തീവ്ര വലതുപക്ഷ കക്ഷികൾക്ക് വലിയ മുൻകൈ ലഭിക്കുന്നുണ്ട്. തികച്ചും സ്വേച്ഛാധിപത്യ നിലപാടാണ് ട്രംപിന്റെ വരവോടുകൂടി സ്വീകരിക്കുന്നത്. നാട് കടത്തപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ കയ്യും കാലും വിലങ്ങിട്ടാണ് കയറ്റി അയച്ചത്. ഇതിനെതിരെ പ്രധാനമന്ത്രി ഒരക്ഷരം മിണ്ടിയില്ലെന്നതും കേന്ദ്ര സർക്കാരിന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ BJPയുടെ വിജയത്തിന് വഴിയൊരുക്കിയത് കോൺഗ്രസ് ആണെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ MA ബേബി, A വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK ശ്രീമതി, AK ബാലൻ, ഡോക്ടർ TM തോമസ് ഐസക്, KK ശൈലജ, എളമരം കരീം, P സതീദേവി, K രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പുത്തലത്ത് ദിനേശൻ, M സ്വരാജ്, ഡോക്ടർ PK ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AC മൊയ്തീൻ, NR ബാലൻ, MK കണ്ണൻ എന്നിവർ പങ്കെടുത്തു. ചൊവ്വാഴ്ച ഉച്ചവരെയാണ് പ്രതിനിധി സമ്മേളനം. വൈകിട്ട് 5-ന് പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. TCV കുന്നംകുളം. CPM ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ തൃശൂർ മേയർക്കെതിരെ പരാമർശം. മേയർ ടേം വ്യവസ്ഥ ലംഘിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2.5 വർഷത്തിന് ശേഷം മേയർ പദവി വെച്ചുമാറുമെന്നായിരുന്നു ധാരണ. എന്നാൽ അത് നടപ്പിലാക്കാൻ മേയർ തയ്യാറായില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ജില്ലയിലെ BJPയുടെ വളർച്ച തടയാനായില്ല. പാർട്ടി പ്രവർത്തനങ്ങളിൽ അടിമുടി മാറ്റം അനിവാര്യമാണെന്നും ക്രൈസ്തവ മേഖലയിലെ വോട്ട് ചോർച്ചയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. കരുവന്നൂർ വിഷയം പാർട്ടിക്ക് കനത്ത പ്രഹരമായെന്നും പ്രാദേശിക ജാഗ്രത കുറവാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര സർക്കാർ EDയെ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ വേട്ടയാടുവാനാണ് ഉപയോഗിച്ചതെന്ന് MLA AC മൊയ്തീൻ. കുന്നംകുളത്ത് CPM സമ്മേളന നടപടികൾ വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. കരുവന്നൂർ കേസ് മാത്രമല്ല, മറ്റു ചില കേസുകൾ കൂടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. ചാക്കുകളിലാണ് പണം കൊണ്ടുവന്ന് ഓഫീസിൽ വച്ചതെന്നും കൊണ്ടുപോകുന്നത് കണ്ടതാണെന്നും BJPയുടെ തൃശൂർ ജില്ലാ മുൻ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ ED കോടതിയിൽ സമർപ്പിച്ചത് അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് എന്ന് മാത്രമാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്. ഇവിടെ BJPയുടെ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലുണ്ടായല്ലോ. ED തുരന്നു കയറുന്നവരല്ല എല്ലാ സ്ഥലത്തും. അപ്പോൾ BJPയുടെ ഗവൺമെന്റിന്റെ അതിന്റെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ നടത്തിയ ഒരു കൊള്ള, അതിന്റെ ഉറവിടത്തെക്കുറിച്ച് ഒരക്ഷരം പോലും EDയുടെ അന്വേഷണത്തിലില്ല. ED രാഷ്ട്രീയ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ED എല്ലായിടത്തും തുരന്നു കയറുന്നവരാണ്. BJPയുടെ രാഷ്ട്രീയ നേതൃത്വം നടത്തിയ കൊള്ള, അതുമായി ബന്ധപ്പെട്ട ഉറവിടത്തെക്കുറിച്ച് ഒരക്ഷരം പോലും EDയുടെ അന്വേഷണത്തിൽ ഇല്ല. ED രാഷ്ട്രീയ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിലും ED സമാനമായ നിലപാടാണ് സ്വീകരിച്ചത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി വളരെ ശ്രമകരമായ പരിശ്രമങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിയതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൽ ഭയപ്പെടാനില്ല. എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ടെന്നും സമ്മേളനങ്ങളിൽ മാത്രമല്ല പരിശോധിക്കുക,
തങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായാൽ പാർട്ടി അതാത് കാലങ്ങളിൽ പരിശോധിച്ച് കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നും AC മൊയ്തീൻ MLA പറഞ്ഞു. TCV കുന്നംകുളം. കേരളത്തിനായി ശബ്ദമുയർത്തുക എന്ന പ്രമേയം പാസാക്കി CPIM തൃശൂർ ജില്ലാ സമ്മേളനം. രാഷ്ട്രീയ കാരണങ്ങളാൽ കേന്ദ്ര സർക്കാർ കേരളത്തെ തഴയുകയാണെന്ന് മുതിർന്ന CPM നേതാവ് KV അബ്ദുൽ ഖാദർ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിന് അർഹമായ നികുതി വിഹിതം ലഭിക്കുന്നില്ല. ബജറ്റിൽ എയിംസ് പോലെയുള്ള പുതിയ പദ്ധതികൾ അനുവദിച്ചില്ല. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സർക്കാർ സമർപ്പിച്ച നിവേദനത്തിന് ന്യായമായ മറുപടി പോലും ലഭിച്ചില്ല. കേരളത്തിന് അർഹമായ പരിഗണന നൽകുന്നില്ല എന്നത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്നും KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായിട്ടുള്ള കേരളത്തെ രാഷ്ട്രീയ കാരണങ്ങളാൽ BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് തഴയുകയാണ്. കേരളത്തിന് അർഹമായ നികുതി വിഹിതം അനുവദിക്കുന്നില്ല. ബജറ്റിൽ പുതിയ പദ്ധതികളൊന്നുമില്ല. എയിംസ് പോലെയുള്ള പദ്ധതികളില്ല. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സമർപ്പിച്ച നിവേദനത്തിന് ന്യായമായൊരു മറുപടി പോലും നൽകുന്നില്ല. കേരളം അങ്ങനെ അവഗണിക്കപ്പെടേണ്ട ഒരിടമല്ല. നമ്മുടെ രാജ്യത്തെ വിദേശ നാണ്യ ശേഖരത്തിലേക്ക് വലിയ തോതിൽ മാനവ വിഭവശേഷിയുടെ പ്രവാഹം, അതിൻ്റെ റെമിറ്റൻസ് നൽകുന്ന ജനങ്ങളുള്ള ഒരു പ്രദേശമാണ്. ആ കേരളത്തിന് അർഹമായിട്ടുള്ള പരിഗണന നൽകുന്നില്ല എന്നുള്ളത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. ജില്ലയിൽ കോൺഗ്രസിനെ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നിയുക്ത DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. തൃശൂരിൽ TCVയോട് സംസാരിക്കുകയായിരുന്നു ജോസഫ് ടാജറ്റ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിൽ കോൺഗ്രസ് ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും എന്നിൽ അർപ്പിച്ച വിശ്വാസം, അത് 100% ആത്മാർത്ഥതയോടുകൂടി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായ പരിഗണന. ഇന്ന് പാർട്ടിയെ കരകയറ്റ, പാർട്ടിയെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഫോർഫ്രണ്ടിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനിപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ തിരിച്ചുവരവ് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ജില്ലയിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട്. അത് ജനങ്ങളുടെ ഓരോ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇപ്പോൾ ഈ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം അതൊക്കെയാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിൽ പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ളതാണ്. ഞാനതിന് പരമാവധി നമുക്ക് മുതിർന്ന നേതാക്കന്മാർ മുതൽ താഴെ തട്ടിലുള്ളവരെല്ലാവരെയും ക്ഷമയോടെ കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങളും പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അതിനുവേണ്ട സമയം കണ്ടെത്തി പാർട്ടിയെ താഴെ തട്ടിൽ നിന്ന് സജ്ജമാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയെ തളർത്തുവാനോ തകർക്കുവാനോ ഉള്ള സമീപനമല്ല സംസ്ഥാന സർക്കാരിൻ്റെതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ജ്വല്ലറി മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ 22ാമത് സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യവും സർക്കാർ ചെയ്യില്ല. E-way ബിൽ നടപ്പിലാക്കുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും. നിലവിൽ മേഖലയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പരിധി 10 ലക്ഷമാക്കി ഉയർത്തിയത്. സ്വർണ്ണാഭരണ നിർമ്മാണ പാർക്ക് കൊണ്ടുവന്നാൽ സർക്കാർ പിന്തുണ നൽകും. മേഖലയുടെ ആധുനികവൽക്കരണത്തിലടക്കം സഹായകരമായ നിലപാട് സ്വീകരിക്കും. അതേസമയം പരിശോധനകൾ അനിവാര്യമാണെന്നും അത് നടക്കുക തന്നെ ചെയ്യുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രവീന്ദ്രൻ ചെറുശ്ശേരി അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി K. രാജൻ മുഖ്യാതിഥിയായി. MLA-മാരായ P. ബാലചന്ദ്രൻ, സനീഷ് കുമാർ ജോസഫ്, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ റോബ്സൺ, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സോളി തോമസ്, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി, അസോസിയേഷൻ രക്ഷാധികാരികളായ PV ജോസ്, റാഫി ആന്റണി, CS അജയ്കുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി AK സാബു, വൈസ് പ്രസിഡന്റ് ജെയ്സൺ മാണി, ട്രഷറർ തോമസ് കോനിക്കര തുടങ്ങിയവർ സംസാരിച്ചു. പ്രാധാന്യത്തിന്റെയും ഗൗരവം നല്ലതുപോലെ കണ്ടുകൊണ്ട് അതിനെ തകർക്കാനുള്ള സമീപനം ഗവൺമെന്റ് എടുക്കില്ല. കാരണം സ്വർണ്ണ വ്യാപാര മേഖലയിൽ നേരത്തെ തന്നെ ഒരു ആവശ്യമുണ്ട്. സ്വർണം പണിയുന്നതിന് വേണ്ടിയുള്ള ഈ മറ്റുള്ള പാർക്ക് പോലെ നിങ്ങൾ തന്നെ ഒരു പ്രപ്പോസൽ നേരത്തെ കൊണ്ടുവന്നു. വ്യാപാരിയുള്ള ഈ സ്വർണ്ണാഭരണ നിർമ്മാണ രംഗത്തേക്കുന്നവർ അത് പണിയുന്നതിന് പൊതുവുള്ള പാർക്ക് പോലെയുള്ള ഒരാശയം നേരത്തെ പറഞ്ഞിരുന്നു. ഞങ്ങൾ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. തൃശ്ശൂരൊക്കെ ഏറ്റവും നല്ല ഏറ്റവും കൂടുതലുള്ള മേഖലയാണല്ലോ ഈ നിർമ്മാണത്തിനുള്ള പാർക്ക്, അതിൻ്റെ സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അതിനകത്തൊക്കെ വ്യവസായ വകുപ്പിൻ്റെ ആയാലും പൊതു കാര്യങ്ങളിൽ നിന്നൊക്കെ അവരും എല്ലാം പോസിറ്റീവായ സമീപനമായിരിക്കും. അതുകൊണ്ട് വ്യവസായത്തെ ദുർബലപ്പെടുത്തുന്ന കാര്യം ഒരിക്കലും ഉണ്ടാവില്ല. കാരണം വ്യവസായം കൂടുതൽ വരുന്നത് തന്നെയാണ് നമ്മുടെ നാടിന് നല്ലത്. നിങ്ങൾ നോക്കിയിട്ടുള്ള ബഡ്ജറ്റിലായാലും ഞങ്ങൾ ഓരോ വകുപ്പും എല്ലാ വകുപ്പുകളും ഈ മേഖലയിൽ കൂടുതൽ
പിന്തുണ കിട്ടുന്ന തരത്തിൽ തന്നെയുള്ള സമീപനം തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എടത്തിരിഞ്ഞി പോത്താനി ശിവക്ഷേത്രത്തിൽ ആനയിടഞ്ഞു. തടത്താവിള ശിവ എന്ന ആനയാണ് ഇടഞ്ഞത്. ആറാട്ട് നടക്കുന്നതിനിടെയായിരുന്നു സംഭവം. ആനപ്പുറത്തുണ്ടായിരുന്ന തന്ത്രി അടുത്തുള്ള കെട്ടിടത്തിലേക്ക് കയറി രക്ഷപ്പെട്ടു. എലിഫന്റ് സ്ക്വാഡെത്തി ആനയെ ഉടൻ തളച്ചതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. ചികിത്സ നൽകി വനപാലകർ വിട്ടയച്ച കാട്ടാന വീണ്ടും അതിരപ്പള്ളിയിലെത്തി. കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് വൈൽഡ് ലൈഫ് ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ആനയെ മയക്കുവെടിവെച്ച് ചികിത്സ നടത്തിയത്. കാലടി പ്ലാന്റേഷന്റെ വെറ്റിലപ്പാറ ഭാഗത്ത് വെച്ചാണ് ആനയെ മയക്കുവെടിവെച്ച് പിടികൂടിയത്. പിന്നീട് വ്രണത്തിൽ മരുന്ന് വയ്ക്കുകയും ആന്റിബയോട്ടിക് കുത്തിവയ്പ് നടത്തുകയും ചെയ്തു. ചികിത്സ കഴിഞ്ഞുപോയ ആന 2 തവണ നേരത്തെ അതിരപ്പള്ളിയിലെ മേഖലയിലെത്തിയിരുന്നു. അതിരപ്പള്ളിയിലെത്തിയ ആന മുറിവേറ്റ ഭാഗത്ത് തുമ്പിക്കൈ കൊണ്ട് മണ്ണ് വാരിയിടുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ആനയുടെ മസ്തകത്തിലെ മുറിവ് ഭേദമായിട്ടില്ലെന്ന് പറയുന്നത്. എന്നാൽ വനംവകുപ്പ് അധികൃതർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. പറപ്പുള്ളിത്തറയിൽ സോമൻ, വാക്കനാമ്പാടം, തങ്കച്ചൻ എന്നിവരുടെ കൃഷിയിടത്തിലെ വാഴ, കവുങ്ങ് എന്നീ കൃഷികളാണ് നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരുന്നു. ജനവാസ മേഖലയിൽ തുടർച്ചയായി കാട്ടാന ഇറങ്ങുമ്പോഴും വനംവകുപ്പ് അനാസ്ഥ തുടരുകയാണെന്ന് പ്രദേശവാസികൾക്ക് പരാതിയുണ്ട്. മേഖലയിൽ ആന ഇറങ്ങാതിരിക്കാൻ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ട്. സോളാറിൽ പ്രവർത്തിക്കുന്ന വൈദ്യുതി വേലി നിലവിൽ പ്രവർത്തിക്കുന്നില്ല. ബാറ്ററി തകരാറിലായതാണ് വനംവകുപ്പ് പറയുന്ന കാരണം. പുതിയ ബാറ്ററി സ്ഥാപിക്കാൻ ഫണ്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. സ്വന്തമായും പാട്ടത്തിനടുത്തും കൃഷി നടത്തുന്ന നിരവധി പേർ മേഖലയിലുണ്ട്. തുടർച്ചയായി കാട്ടാൻ ഇറങ്ങുന്നത് മൂലം കൃഷി നടത്താനാവാത്ത സ്ഥിതിയാണെന്ന് കർഷകർ പറയുന്നു. കയ്പമംഗലത്ത് കാറിൽ കടത്തിയ 13 ഗ്രാം MDMA-യുമായി 2 പേർ പോലീസ് പിടിയിലായി. ചെളിങ്ങാട് സ്വദേശി മതിലകത്ത് വീട്ടിൽ ഫരീദ് ചന്ദ്രാപ്പിനി, ഈസ്റ്റ് സ്വദേശി പുതിയായിക്കാരൻ സാവിത്ത് എന്നിവരാണ് പിടിയിലായത്. കാറിന്റെ റെയർവ്യൂ മിററിന്റെ ഉള്ളിൽ കടലാസിൽ പൊതിഞ്ഞ് കവറിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്നത്. ബാംഗ്ലൂരിൽ നിന്നും റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ബിസിനസിന്റെ മറവിൽ വസ്ത്രങ്ങൾ വാങ്ങിക്കുവാൻ എന്ന വ്യാജേനയാണ് ഇവർ MDMA വാങ്ങിക്കുന്നതെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് സംഘം പിടിയിലായത്. കൊടുങ്ങല്ലൂർ DYSP VK രാജു, ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ഉല്ലാസ് കുമാർ, കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KR ബിജു, SI സൂരജ് ഡാൻസ് ഓഫ് SI ഷൈൻ, ASI-മാരായ സൂരജ് വി ദേവ്, ലിജു ഇയാനി, സീനിയർ CPO ബിജു സോണി, CPO-മാരായ നിഷാന്ത് ഷിൻഡോ, സീനിയർ CPO-മാരായ ഗിരീഷ്, ഡെൻസ്മോൻ, CPO ഫാറൂഖ് തുടങ്ങിയവർ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ 1/2 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. എടവിലങ്ങ് വേദിക്ക് സമീപം രാമൻകുളത്ത് അവിനാഷിന്റെ വീട്ടിൽ നിന്നുമാണ് കൊടുങ്ങല്ലൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഞ്ചാവ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് അവിനാഷിനെ അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അവിനാഷിന്റെ കിടപ്പുമുറിയിലെ കട്ടിലിന്റെ അടിയിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെടുത്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ മോയിഷ് PR സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർ അനീഷ് പോൾ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് ദിൽഷാദ്, കൃഷ്ണവിനായക്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ തസ്നീം എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഗുരുവായൂർ കുനമുച്ചിയിൽ ബസ്സിടിച്ച് പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പുതുശ്ശേരി ചൊവ്വലൂർ വീട്ടിൽ 64 വയസ്സുള്ള കുര്യനാണ് മരിച്ചത്. കുനമുച്ചി സെന്ററിൽ രാവിലെയായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന കുറുപ്പത്ത് ബസ്സാണ് ഇടിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ഉച്ചയോടെ മരണം സംഭവിച്ചു. നെന്മണിക്കരയിൽ പനി ബാധിച്ച് 11 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. നെന്മണിക്കര തട്ടിൽ പിടിയത്ത് മെജോയുടെയും സിജിയുടെയും മകൾ കരോളിനാണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. നവീകരണത്തിന്റെ ഭാഗമായി ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഇരുഭാഗങ്ങളിലും താൽക്കാലിക വളയം കൊണ്ട് നിർമ്മിക്കുകയും ചുറ്റുമുള്ള വെള്ളം വറ്റിക്കുകയും ചെയ്തു. വലിയ 5 മോട്ടോറുകൾ ഉപയോഗിച്ചാണ് 2 ആഴ്ച കൊണ്ട് വെള്ളം വറ്റിക്കൽ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. റെഗുലേറ്ററിന്റെ അടിയിലെ വെള്ളം വറ്റിയതോടെ JCB ഉപയോഗിച്ച് തുണികൾക്കിടയിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും കല്ലുകളും മറ്റും നീക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. റെഗുലേറ്ററിന്റെ അടിഭാഗം കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. തുടർന്ന് പുതിയ ഷട്ടറുകളുടെ നിർമ്മാണവും സ്ഥാപിക്കലും നടക്കും.
മഴക്കാലത്തിന് മുൻപ് റെഗുലേറ്ററുകൾ നവീകരണം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. റെഗുലേറ്റർ നവീകരണം സിവിൽ വർക്കിന് 2.4 കോടി രൂപയും മെക്കാനിക്കൽ വർക്കിന് 2.62 കോടി രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. വാഴാനി, ചിമ്മിനി ഡാമുകളിൽ നിന്നും കാലവർഷ മഴയിൽ ഒഴുകിവരുന്ന അധിക ജലം പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത് ഇടിയഞ്ചിറ റെഗുലേറ്റർ വഴിയും ഏനമാവ് റെഗുലേറ്റർ വഴിയുമാണ്. കിഴക്കൻ മേഖലയിലെ അതിവിശാലമായ പാടശേഖരങ്ങളിലേക്കും തീരദേശ മേഖലയിലെ ശുദ്ധജല സ്രോതസ്സുകളിലേക്കും കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണികളിലേക്കും പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറാതെ സംരക്ഷിക്കേണ്ടതും ഇടിയഞ്ചിറ ഏനമാവ് റെഗുലേറ്ററുകൾ നിയന്ത്രിച്ചുകൊണ്ടുവേണം. അതിനാൽ തന്നെ ഇടിയഞ്ചിറയിലും ഏനമാവിലും റെഗുലേറ്ററുകൾ നവീകരിക്കുക എന്നത് കർഷകരുടെയും നാട്ടുകാരുടെയും വർഷങ്ങളായുള്ള ആവശ്യമാണ്. ലക്ഷങ്ങൾ ചിലവഴിച്ച് ഓരോ വർഷവും നിർമ്മിക്കുന്ന താൽക്കാലിക വളയം ബണ്ടുകൾ റെഗുലേറ്റർ നവീകരണം പൂർത്തിയാകുന്നതോടെ വേണ്ടിവരില്ലെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. TCV ന്യൂസ്, പാവറട്ടി. മതസൗഹാർദ്ദം തമ്മിലടിക്കുവാനുള്ള കാര്യമായി മാറരുതെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റി സംഘടിപ്പിച്ച ഭരണഘടനയും വിവരാവകാശവും എന്ന സെമിനാർ കേരള സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിൽ വിവരാവകാശത്തിന്റെ പങ്ക് വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു. KHRS പ്രസിഡന്റ് പ്രൊഫസർ കാതറിൻ ജമ്മ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ദേശീയ വിവരാവകാശ കൂട്ടായ്മ അംഗം ഡോക്ടർ AB ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള മീഡിയ അക്കാദമി മുൻ ഡയറക്ടർ K രാജഗോപാൽ മോഡറേറ്ററായിരുന്നു. കയ്പമംഗലം ബീച്ചിൽ പിക്കപ്പ് വാഹനത്തിന്റെ ചില്ല് അടിച്ചു തകർത്തു. കയ്പമംഗലം പെർഫെക്റ്റ് ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ വാഹനത്തിന്റെ ചില്ലാണ് തകർത്തത്. കമ്പനിക്കടവിന് തെക്ക് ഭാഗത്തായിരുന്നു സംഭവം. മുന്നിൽ പോയിരുന്ന കാർ പെട്ടെന്ന് നിർത്തിയപ്പോൾ പുറകിലുണ്ടായിരുന്ന പിക്കപ്പ് വാഹനത്തിലെ ഡ്രൈവർ ഹോൺ അടിച്ചതോടെ പ്രകോപിതരായ കാർ യാത്രികർ പുറത്തിറങ്ങി ചില്ല് തകർക്കുകയായിരുന്നുവെന്ന് പറയുന്നു. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. യുവതിയെ പീഡിപ്പിച്ച മന്ത്രവാദിയും സഹായിയും ചാവക്കാട് പോലീസിന്റെ പിടിയിലായി. മലപ്പുറം സ്വദേശി കണക്കോട്ടയിൽ വീട്ടിൽ താജുദ്ദീൻ, ശിഷ്യൻ വടക്കേക്കാട് നായരങ്ങാടി സ്വദേശി മലയങ്കളത്തിൽ വീട്ടിൽ ഷക്കീർ എന്നിവരെയാണ് ഇൻസ്പെക്ടർ BV വിമലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. യുവതിയുടെ വീട്ടിലേക്ക് വന്ന പ്രതികൾ തലവേദനയ്ക്കുള്ള മരുന്നാണെന്ന് പറഞ്ഞ് ഗുളിക കഴിക്കാൻ കൊടുത്ത് ബോധം കെടുത്തിയതിനു ശേഷം നഗ്ന ഫോട്ടോകളെടുത്ത് ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയും ലക്ഷങ്ങൾ കൈക്കലാക്കുകയും ചെയ്തുവെന്ന കേസിലാണ് അറസ്റ്റ്. സബ് ഇൻസ്പെക്ടർ TC അനുരാജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് V നാഥ്, സിവിൽ പോലീസ് ഓഫീസർമാരായ രജനീഷ്, പ്രദീപ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ജന്മനാ ഉള്ള പരിമിതികളെ മറികടന്ന് മുന്നേറുകയാണ് അയ്യന്തോൾ സ്വദേശി ആൻ മൂക്കൻ. ഡൗൺ സിൻഡ്രോം രോഗബാധിതയായ ആൻ മൂക്കൻ സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരങ്ങളിലെ സർഗാത്മക ബാലികാ പുരസ്കാരം ആൻ മൂക്കനായിരുന്നു. മന്ത്രി ആർ ബിന്ദുവിൽ നിന്നും പുരസ്കാരം സ്വീകരിച്ച ആനിനെ അഭിനന്ദനവുമായി സഹപാഠികൾ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി. സംസ്ഥാന യോഗ ഒളിമ്പ്യാഡിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരേയൊരു ഭിന്നശേഷി വിദ്യാർത്ഥിയാണ് ആൻ. പോണ്ടിച്ചേരിയിൽ നടന്ന ഇന്റർനാഷണൽ യോഗ ഒളിമ്പ്യാഡിൽ പൊതുവിഭാഗത്തിൽപ്പെട്ട 1500 കുട്ടികൾക്കൊപ്പവും ആൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ആംഡ് ഫോഴ്സ് സംഘടിപ്പിച്ച നാഷണൽ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുവാൻ കേരളത്തിൽ നിന്നും പ്രത്യേക ക്ഷണം സ്വീകരിച്ച 2 വിദ്യാർത്ഥികളിൽ ഒരാൾ ആൻ മൂക്കനായിരുന്നു. കൊൽക്കത്തയിൽ നടന്ന വോക്ക് വിത്ത് ഡിഫറൻസ് എന്ന നാഷണൽ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുവാനുള്ള അവസരവും ആനിനെ തേടിയെത്തി. അവൻ്റെ ചേട്ടനുണ്ട്, ചേട്ടൻ ചെയ്യുന്ന എന്താണോ അത് അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ്. അങ്ങനെ ഒരു കഴിവ് അവൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയുള്ള കുട്ടിയായി മാറണം എന്നുള്ള ഒരു ട്രെയിനിങ്ങും അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു തെറാപ്പീസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടാൻ ഞങ്ങൾ ക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട്. അവളുടെ ആഗ്രഹം പ്രാർത്ഥന ചെയ്യാറ് എല്ലാതും ഒരു ഡയറക്ഷൻ അവളുടെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ളൊരു ഡൗൺ സിൻഡ്രോമുള്ള കുട്ടിയായിട്ടല്ല ഞങ്ങൾ അവളെ വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്തോ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. യോഗയ്ക്കും മോഡലിംഗിനുമൊപ്പം നൃത്തവും നീന്തലും ആനിനെ ഏറെ പ്രിയപ്പെട്ടവയാണ്. ഡൽഹിയിൽ നടന്ന നാഷണൽ ഡൗൺ സിൻഡ്രോം അത്ലറ്റിക് മീറ്റിൽ 100 മീറ്റർ റേസിൽ ബ്രോൺസ് മെഡലും, തൃശൂർ സബ് ജില്ലാ സ്പെഷ്യൽ ചൈൽഡ് അത്ലറ്റിക് മീറ്റിൽ 100 മീറ്റർ റേസിൽ സിൽവർ മെഡലും ആൻ കരസ്ഥമാക്കി.
ആരും പഠിപ്പിച്ചു കൊടുത്തല്ല, സ്വന്തം ഇഷ്ടത്തോടെയാണ് ആൻ പാട്ടിനെ ചുവടുവെക്കുന്നത്. അയ്യന്തോൾ നിർമ്മല കോൺവെന്റ് സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആനിന് എന്നും കൂട്ടായി സഹപാഠികളും അധ്യാപകരുമുണ്ട്. ആനിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ആൻ്റെ ഒരു ടീച്ചറാവാൻ പറ്റി എന്നുള്ളത് അധ്യാപന ജീവിതത്തിൽ തന്നെ വലിയൊരു അഭിമാന നിമിഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അധ്യാപികയാവണത്. അപ്പോൾ എനിക്ക് ആൻ ഇങ്ങനെ വന്നതും ആനെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നോർമലായിട്ടുള്ള കുട്ടികളുടെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ പറയണേ അതുപോലെ തന്നെ അവളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും ആൻ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തരാറുണ്ട്. ആന 1ൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ നിർമ്മല സ്കൂളിൽ വരുന്നത്. അപ്പോൾ 1 തൊട്ട് 7 വരെയും ഈ കുട്ടികൾ തന്നെയാണ് ഇവരുടെ സഹപാഠികളായിരുന്നു. ശരിക്കും അവരിലെ അമ്മയെ ഉണർത്തിയത് ആനാന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അത്രയധികം അവർ അന്ന് തൊട്ട് ആനെ കെയർ ചെയ്തിട്ടുണ്ട്. അതെന്റെ ഇങ്ങനെ കണ്ണ് നിറച്ചിട്ടുണ്ട്. ആനിന്റെ വിജയങ്ങൾക്ക് പിന്തുണയുമായി അധ്യാപകരായ അച്ഛൻ ജീനും അമ്മ പിൻസിയും സഹോദരൻ താരുവും കൂടെയുണ്ട്. ലെ കേരള സംസ്ഥാന ഭിന്നശേഷി സർഗാത്മക ബാലിക അവാർഡ് നേടിയ ആൻമൂക്കന്റെ കൂടെയാണ് നമ്മൾ ഇത്രയും സമയം ചെലവഴിച്ചത്. തുടർന്നുള്ള ജീവിതത്തിലും ആനിനെ എല്ലാവിധ നേട്ടങ്ങളും കൈവരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ സിബി പൊട്ടോറിനോടൊപ്പം ഡെൽന ലാസർ. ദേശീയപാത മണ്ണുത്തി വെട്ടിക്കലിൽ സ്വകാര്യ ബസ് ഇടിച്ച് മാൻ ചത്തു. ദേശീയപാത കുറുകെ കടക്കുകയായിരുന്ന മാനിനെയാണ് തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഇടിച്ചത്. എവറസ്റ്റ് കീഴടക്കാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് നബീൽ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ ഒരാൾ. കൊടുങ്ങല്ലൂർ എറിയാട് കാട്ടുപറമ്പിൽ നബീൽ എന്ന 32-കാരൻ. വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിലെ ചൊക്രിമുടി മലയിറങ്ങി വരുന്നതിനിടെ കണ്ടുമുട്ടിയ അപരിചിതനായ വഴിയാത്രക്കാരനാണ് നബീലിന്റെ മനസ്സിൽ എവറസ്റ്റ് എന്ന ആഗ്രഹത്തിന്റെ വിത്ത് വിതച്ചത്. എവറസ്റ്റ് കയറാൻ ഏകദേശം 50 ലക്ഷം രൂപയാകും എന്നറിഞ്ഞതോടെ സ്വപ്നം ഉപേക്ഷിക്കാനൊരുങ്ങിയ നബീലിനെ പ്രോത്സാഹിപ്പിച്ചത് സുഹൃത്തുക്കളും നാട്ടുകാരിൽ ചിലരുമാണ്. കഴിഞ്ഞ 5 വർഷമായി ശരീരത്തെ ഒരുക്കിയെടുക്കുവാനുള്ള കഴിഞ്ഞ പ്രയത്നത്തിലാണ് നബീൽ. ദിവസവും പുലർച്ചെ 4 മണി മുതൽ വ്യായാമം ആരംഭിക്കും. എവറസ്റ്റ് കീഴടക്കാനുള്ള പരിശ്രമത്തിന്റെ മുന്നോടിയായി ചെറുതും വലുതുമായ നിരവധി പർവ്വതങ്ങൾ കയറിക്കഴിഞ്ഞു നബീൽ. 12,500 അടി ഉയരമുള്ള ഉത്തരാഖണ്ഡിലെ ഖണ്ഡയാണ് അക്കൂട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം. എവറസ്റ്റ് കയറുന്നതിന് മുന്നേ 7,000-ലധികം മീറ്റർ ഉയരമുള്ള പർവ്വതം കയറി ശാരീരിക ശേഷി തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒരുക്കത്തിലാണ് നബീൽ ഇപ്പോൾ. ഒപ്പം പണം കണ്ടെത്തുവാനുള്ള ശ്രമത്തിലുമാണ്. ഈ എവറസ്റ്റിലേക്ക് യാത്ര പോകുമ്പോൾ ഇത്ര വലിയ സാമ്പത്തിക ചെലവ് വരുമെന്ന് എനിക്കറിയില്ല. ഏകദേശം ഒരു 55 ലക്ഷത്തോളം അടുത്ത് സാമ്പത്തിക ചെലവ് വരുന്നുണ്ട്. 4 വർഷമായിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ മലകയറ്റം വേറെ ഉണ്ട്. തയ്യാറെടുപ്പുകൾ 4 വർഷം പൂർണ്ണമായിട്ടും. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. കനത്ത ചൂടിൽ തീപിടുത്തങ്ങളേറുന്നു. തീപിടുത്ത സാധ്യതകൾ ഒഴിവാക്കണമെന്ന് ഫയർഫോഴ്സ് മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ച മാത്രം 10-ലധികം തീപിടുത്തങ്ങളാണ് ഉണ്ടായത്. കഴിഞ്ഞ 9 ദിവസത്തിനുള്ളിൽ 28 ഇടങ്ങളിൽ തീപിടുത്തമുണ്ടായതായി തൃശൂർ ഫയർഫോഴ്സ് അധികൃതർ പറഞ്ഞു. കനത്ത ചൂടിൽ വയലുകളിലും പുൽക്കാട് നിറഞ്ഞ ഒഴിഞ്ഞ പറമ്പുകളിലുമാണ് കൂടുതലായി അഗ്നിബാധയുണ്ടാകുന്നത്. വെയിലേറ്റ് കരിഞ്ഞു നിൽക്കുന്ന പുൽക്കാടുകളിൽ തീ അതിവേഗം പടർന്നു പിടിക്കുന്നത് മലയോര മേഖലകളിലും തീപിടുത്തം പതിവാണ്. മുൻകാലങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കനത്ത ചൂടിൽ തീപിടുത്തങ്ങൾ ഏറുന്നതെങ്കിൽ ഇപ്പോൾ ജനുവരിയിൽ തന്നെ ചൂടിന്റെ ആധിക്യമേറി. വിദേശമദ്യം വിറ്റ കേസിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ വയോധികനെ വീണ്ടും മദ്യവിൽപ്പന നടത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തു. പൈങ്കുളം നായ്ക്കൻ തെരുവ് സ്വദേശി പുത്തൻപുരയ്ക്കൽ സുഭാഷ് ചന്ദ്രബോസാണ് അറസ്റ്റിലായത്. വടക്കാഞ്ചേരി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ രാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയിൽ നിന്ന് 5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം കണ്ടെടുത്തു. എക്സൈസ് ഉദ്യോഗസ്ഥരായ വി പ്രശാന്ത്, പി കൃഷ്ണകുമാർ, യദുകൃഷ്ണൻ, സതീഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു.
ചെസ് കേരളയും ചെസ് തൃശൂരും ചേർന്ന് കേരള സ്റ്റേറ്റ് ഇന്റർ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP, LP വിഭാഗങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മികച്ച 300-ൽ പരം യുവ ചെസ് പ്രതിഭകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. അന്തർദേശീയ ചെസ് ക്ലോക്കുകൾ ഉപയോഗിച്ച് 6 റൗണ്ടുകളിലായി മത്സരങ്ങൾ നടന്നു. ചീഫ് ആർബിറ്റർമാരായി ഹരീഷ് B. മേനോൻ, VN രാജേഷ്, E. ഷിഹാബുദ്ദീൻ എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. അന്തിക്കാട് പരപ്പൻചാൽ കോൾപ്പടവിൽ ചണ്ടി വന്നടിഞ്ഞതുമൂലം കൃഷി നശിച്ചു. അന്തിക്കാട് കല്ലിടവഴി സ്വദേശി ചക്കാണ്ടത്ത് പുഷ്കരന്റെ 50 സെന്റ് ഉൾപ്പെടെ നിരവധി കർഷകർക്ക് കൃഷിനാശമുണ്ടായി. കഴിഞ്ഞ ഡിസംബറിൽ പെയ്ത കനത്ത മഴയിൽ പല മേഖലകളിൽ നിന്നായി ഒഴുക്കിൽ വന്നടിഞ്ഞ ചണ്ടിയാണ് കൃഷിക്ക് വിനയായത്. 30 ഏക്കർ നെൽപ്പാടമാണ് നിലവിലുള്ളത്. ഭൂരിഭാഗം നെൽച്ചെടികളും ചണ്ടി വന്നടിഞ്ഞ് ഇതിനകം നശിച്ചു കഴിഞ്ഞു. ചില പാടങ്ങളിൽ 5 or 6 നെൽച്ചെടികളുടെ കൂട്ടങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. വൻ സാമ്പത്തിക നഷ്ടമാണ് ഇതുമൂലം സംഭവിച്ചതെന്ന് കർഷകൻ ചക്കാണ്ടൻ പുഷ്കരൻ പറയുന്നു. ഒരു ഏക്കർ 15 സെന്റ് സ്ഥലത്ത് ഞാൻ കൃഷി പണിതിട്ടുണ്ട്. അതിൽ 80% കൃഷിയും കഴിഞ്ഞ പേമാരി മൂലം നശിച്ചുപോയി. ഒരു 15,000 രൂപയോളം എൻ്റെ കയ്യിൽ നിന്ന് ചിലവാക്കിയതിന് ശേഷമാണ് ഈ മഴ വന്നത്. മഴ വന്നപ്പോൾ എല്ലാ കൃഷിയും ഒരു 17 ദിവസം മുങ്ങിക്കിടന്നു. ശക്തമായ കാറ്റും പ്രഷറും വന്നതോടുകൂടി ആ ഭാഗത്തുണ്ടായ ചണ്ടികൾ മുഴുവൻ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും തെക്കേ മേഖലയിൽ വന്ന് വടക്കേ മേഖലയിൽ വന്നിട്ട് എൻ്റെ കൃഷി ആകെ മൂടിക്കിടന്നു. അത്രയും ദയനീയാവസ്ഥ എനിക്ക് ഈ പ്രാവശ്യം ഉണ്ടായി. കൃഷിനാശം വിലയിരുത്തി സർക്കാരിന്റെ അടിയന്തര സഹായം ഉണ്ടാകണമെന്ന് പരപ്പൻചാൽക്കടവ് കമ്മിറ്റി പ്രസിഡന്റ് വിശ്വംഭരൻ കാരമാക്കൽ, സെക്രട്ടറി NT ഷജിൽ എന്നിവർ ആവശ്യപ്പെട്ടു. പൊരിങ്ങൽകുത്ത് റിസർവോയറിന് സമീപം കാണാതായ മുക്കുമ്പുഴ ഉന്നതിയിലെ അച്യുതനു വേണ്ടി പോലീസും അഗ്നിശമന സേനയും തിരച്ചിൽ നടത്തി. മണിക്കൂറുകൾ തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. ശനിയാഴ്ച വൈകിട്ടാണ് ഉന്നതിയിലെ ഡാമിന്റെ മറുകരയിലെ തുരുത്തിലേക്ക് അച്യുതനും കുടുംബവും ചങ്ങാടത്തിൽ പോയത്. മറുകരയിലെത്തിയപ്പോൾ പിതാവിനെ കണ്ടില്ലെന്നാണ് മകൻ അജിക്കുട്ടൻ മലക്കപ്പാറ പോലീസിന് നൽകിയ മൊഴി. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,900 രൂപ, പവന് 63,200 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,500 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധിക്കെതിരെ വലിയ സമരം ഭാവിയിൽ ശക്തിപ്പെടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തൃശൂർ കോർപ്പറേഷൻ മേയർ ധാരണ ലംഘിച്ചുവെന്ന് CPM സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശം. ED രാഷ്ട്രീയ ചട്ടുകമായി മാറിയെന്ന് AC മൊയ്തീൻ MLA. ജില്ലയിൽ കോൺഗ്രസിനെ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നിയുക്ത DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് രാജൻ. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിൽ കോൺഗ്രസ് ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുമെന്നും ജോസഫ് രാജൻ. സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയെ തളർത്തുവാനോ തകർക്കുവാനോ ഉള്ള സമീപനമല്ല സംസ്ഥാന സർക്കാരിന്റേതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. E-way ബിൽ നടപ്പിലാക്കുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും മന്ത്രി. എടത്തിരിഞ്ഞി പൂത്താനി ശിവക്ഷേത്രത്തിൽ ആനയടഞ്ഞു. മരൂട്ടിച്ചാൽ ചേരിക്കുണ്ടിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. മസ്തകത്തിൽ പരിക്കേറ്റ് ചികിത്സ നൽകി വിട്ടയച്ച ആന വീണ്ടും അതിരപ്പള്ളിയിലെത്തി. ഗ്രാം MDMA-യുമായി 2 പേർ കയ്പമംഗലം പോലീസിന്റെ പിടിയിൽ. ചെളിങ്ങാട് സ്വദേശി ഫരീദ്, ചന്ദ്രാപ്പള്ളി സ്വദേശി സാബിത്ത് എന്നിവരാണ് പിടിയിലായത്. കൊടുങ്ങല്ലൂർ എടവലങ്ങിൽ 1/2 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.